നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഞാൻ യാത്രയിലാണ്. ഞാൻ യാത്രയിൽ ഒരു സ്ഥലത്തിരിക്കുമ്പം ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചു. അപ്പോൾ ആലോചിച്ചപ്പോൾ എൻ്റെ രണ്ട് കാര്യങ്ങളും കൂടെ പറയണമെന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 2-3 മാസം മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. നമ്മുടെ അനശ്വരനായ നടൻ ജയൻ ചേട്ടൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. ജയൻ ചേട്ടന് ഒരു മകനുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ രംഗത്ത് വന്ന് എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. ഒരു 3-4 മാസം സോഷ്യൽ മീഡിയക്കാർ, കൊച്ചിയിലുള്ള സോഷ്യൽ മീഡിയക്കാരാണ് വന്ന് ഇൻ്റർവ്യൂ എടുക്കുകയും കൊച്ചിയിലില്ലാത്ത കോലങ്ങളൊക്കെ കാണിക്കുകയും അയാൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു, ജയൻ ചേട്ടൻ്റെ കോസ്റ്റ്യൂം ഇട്ട് വരുന്നു എന്ന് വേണ്ട കൂളിംഗ് ഗ്ലാസ് ഇട്ട് വരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ ചേഷ്ടകളൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്ത് പരവൂർ വന്നപ്പോൾ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യം പ്രേക്ഷകരോടൊന്ന് പറയാം എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് വൈറലാകാം എന്ന് വിചാരിച്ച് രംഗത്ത് വന്ന ഒരാളാണ് അയാളെന്നാണ് എനിക്ക് തോന്നിയത്. ജയന്റെ മകൻ എന്ന പേരിൽ ഈ പറയുന്ന വ്യക്തി ഒരു അദ്ദേഹത്തിന്റെ പേരിൽ മാർക്കറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. എന്തൊരു ബഹളമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ജയന്റെ അനിയന്റെ മക്കളെയൊക്കെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഫേക്ക് ആയതുകൊണ്ട് പലരും ഇതിനകത്ത് കൃത്യമായി ഇടപെട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാം, കാരണം ഒരാൾ ഇതിന് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്നറിയാലോ. അപ്പോൾ ജയൻ ഒരു മകനില്ല എന്ന് എല്ലാവർക്കും അറിയാം. ജയൻ ചേട്ടൻ്റെ കുടുംബത്തിൽ ആളാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പലരും വാരികളിൽ എഴുതിയ കഥകളും അതുപോലെ പല പുസ്തകങ്ങളിൽ ഇറക്കിയ കഥകളും വർഗീസ് ചേട്ടൻ എഴുതിയ പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കടമെടുത്താണ് കൊച്ചിയിൽ പോയി സോഷ്യൽ മീഡിയക്കാരോട് പറയുന്ന ഇന്ന കഥകളാണ്, മദ്രാസിൽ നടന്ന കഥകൾ. ഇതെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഇരട്ടി കഥകൾ ഞങ്ങൾ വായിച്ചും കേട്ടും ഇപ്പോഴും പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജയൻ ചേട്ടനെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്ത ഗോസിപ്പ് ഉണ്ടാക്കലാണ്. കാരണം സ്വന്തമായി കഴിവില്ലാതെ ഇരിക്കുന്ന ഒരാൾക്ക് മറ്റു ഒരാളുടെ പബ്ലിസിറ്റിയിൽ, അതായത് മറ്റൊരാളുടെ ഒരു കാര്യം പറഞ്ഞ് അതിൽ കൂടി വന്ന് എങ്ങനെ ഇതൊക്കെ വൈറലാകുക എന്നുള്ളതായിരുന്നു ഉദ്ദേശമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ ഈ പറയുമ്പം എന്നോട് വലിയ വിരോധമായിരിക്കും. സത്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പം 2ാമത്തെ കർക്കിടക വായന ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നാണ് പറയുന്നത് ആരംഭിച്ചു. എനിക്ക് ക്ഷേത്രത്തിന് മുന്നിൽ വന്നപ്പോഴാണ് ഇങ്ങനെയൊന്ന് പറയണമെന്ന് തോന്നിയത്. കാരണം ജയൻ ചേട്ടനുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയം ഉണ്ടായാലും ഞാൻ അതിനകത്ത് കൃത്യമായ മറുപടികളും സംസാരങ്ങളും ഒക്കെ സംസാരിക്കാറുണ്ട്. ചാനലുകാരോടും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു മഹാനായ നടനെ ഇത്രയൊക്കെ അവഹേളിച്ചു, അതുപോലെ കളിയാക്കിയൊക്കെ പോയി. ഞാൻ മകനാണെന്ന് ഞാൻ സ്ഥിരീകരിച്ച് രംഗത്ത് വരും, എല്ലാവരും അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ട് പോയ കക്ഷി മകനാണെന്ന് ഒരിക്കലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. DNA ടെസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞ് എന്ത് DNA? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ മരിച്ച് 10-30 വർഷത്തിന് ശേഷമാണ് ജയന് ഒരു മകനുണ്ടെന്നും പറഞ്ഞ് ഈ ജയൻ ചേട്ടന്റെ പേരിൽ ഗോസിപ്പുമായി ഒരാൾ വരികയും കൊച്ചിയിലെത്തുകയും കൊച്ചിയിലെ എല്ലാ സോഷ്യൽ മീഡിയക്കാരും അവർക്ക് അപ്പോഴുള്ള വൈറൽ ആവണം എന്ന് വെച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തു എന്നൊക്കെ നിങ്ങൾ കണ്ടതാണ്. അത് മുഖാന്തരം ഉണ്ടായ പ്രശ്നങ്ങളും വലുതാണ്. ഞാൻ ഒരുപാട് വീഡിയോകൾ ഇതിനെതിരായി ഇട്ടു. ഒരുപാട് ചാനലുകാർ എന്നെ വന്ന് ഇന്റർവ്യൂ ചെയ്തു. പക്ഷേ എന്നെ മറ്റു ചാനലുകൾ വഴി അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കൊന്നും വിഷയമല്ല. ജയൻ ചേട്ടൻ എന്ന് പറയുന്ന മഹാനടനെ എന്ന് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാധനയോടെ കൊണ്ടു നടക്കുകയും അദ്ദേഹത്തിനെ പറ്റിയുള്ള റീൽസുകളും ഒക്കെ ചെയ്ത് നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മൾ ഒരു ആധിപത്യം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഇന്നയാള് ജയനാണ് നമ്മൾ എന്ന് പറയാനൊന്നും, നമ്മളൊരു ജയൻ ചേട്ടൻ്റെ ആരാധകൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലെ സീനുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കേട്ടപ്പോൾ വളരെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. കാരണം ഒരു മഹാനായ നടൻ, വളരെ പൗരുഷത്തിന്റെ പ്രതീകം, മലയാളത്തിന്റെ ആദ്യത്തെ ആക്ഷൻ ഹീറോ, വലിയ വ്യക്തി പ്രഭാവമുള്ള ഒരു നടനായിരുന്നു ജയൻ ചേട്ടൻ. അദ്ദേഹത്തെ ഇങ്ങനെ അവഹേളിക്കുന്ന ഒരാൾ, അതും അദ്ദേഹത്തിന്റെ സ്വന്തം വീടിനടുത്തൊക്കെ താമസിച്ചു എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ അമ്മ അവിടെ ജോലിക്ക് നിന്നിരുന്നൊക്കെ പറയുന്നു. പക്ഷേ അതൊന്നും ഇതിന്റെ കാര്യമല്ല. എത്രയോ വീട്ടിൽ എത്രയോ ആൾക്കാർ ജോലിക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ അവസാനം വീട്ടുകാർ ഒരു രക്ഷയുമില്ലാത്ത കാരണമാണ് ഇതിന് കേസും പരാതിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത്. അതോടുകൂടി ഈ പ്രശ്നം ഇയാൾ പിൻവലിയുകയായിരുന്നു. കാരണം ഇയാൾക്ക് തെളിയിക്കാൻ തെളിവുകൾ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറയുന്നു, ഇദ്ദേഹം തന്നെ പറയുന്നു. പല മാസികകളിലും അതുപോലെ കഥകളിലും പുസ്തകങ്ങളിലും ഒക്കെ വായിച്ച് നമ്മളറിയുന്ന പോലുള്ള കഥ തന്നെ ഇദ്ദേഹവും പറയുന്നത്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം വൈറലാവാൻ ശ്രമിച്ചു. കുറെ കോട്ടുമുട്ട് കൂളിംഗ് ഗ്ലാസ് നോക്കിയിട്ട് കൊച്ചിയിൽ പോയി കാണിച്ച ഒരുപാട് ബഹളങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അങ്ങനെ അതിനെതിരെ പറയുന്നവരെല്ലാം അദ്ദേഹം തെറി വിളിക്കുകയായിരുന്നു. ഓലയിൽ സ്വദേശികളായ ജയൻ ചേട്ടന്റെ വീടിനടുത്തുള്ള അദ്ദേഹത്തെ കുട്ടിക്കാലം മുതൽ കണ്ടു വളർന്ന ആൾക്കാർ, അതേപോലെ സഹകരിച്ച പ്രായമുള്ള ഇവരെല്ലാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ജയനുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അങ്ങനെ ഒരു സംഭവമില്ല. ജയൻ എന്ന് പറയുന്ന നടനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ പക്വതയുള്ള ഒരു നടനായിരുന്നു. മലയാള സിനിമയിൽ പോലും അദ്ദേഹത്തിനെതിരായിട്ട് വലിയ ഗോസിപ്പുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കണം, ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ആ കുടുംബത്തെ അവഹേളിക്കാനോ അല്ലെങ്കിൽ ആ മഹാനടന്റെ പേര് വെച്ചിട്ട് എങ്ങനെ ഇവനൊക്കെ വൈറലായി സിനിമയിൽ അഭിനയിക്കാൻ എത്താമെന്നോ ഒക്കെ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതൊക്കെ നമ്മൾ മലയാളികൾ ഒരുപാട് കണ്ടതാണ്, കണ്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ അടക്കമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട
ആരാധകർ ജയൻ ചേട്ടൻ്റെ അവർക്കെല്ലാം വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഞങ്ങളെല്ലാം അത് സംസാരിക്കുകയും ചെയ്തു. അവസാനം ഞാൻ ഈ സഹികെട്ട് ഇതൊക്കെ കണ്ട് ഈ കോമാളിത്തരങ്ങളൊക്കെ കണ്ടാണ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കെതിരായിട്ട് വീഡിയോ ഇട്ടു, വേറെ സോഷ്യൽ മീഡിയ വഴി എന്നെ തെറിവിളിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും പല ചാനലുകളിലും ഞാനും അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് പോസ്റ്റുകളൊക്കെ ചെയ്തു. ഏതായാലും ജയൻ ചേട്ടനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ജയൻ ഒരു മകനില്ല എന്ന് നമുക്ക് ഉറപ്പായി. ഏതെങ്കിലും തെളിവുകൾ ആണ്, ജീവിക്കുന്ന തെളിവുകളാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഒരു തെളിവൊന്നുമില്ല. അപ്പോൾ DNA ടെസ്റ്റ് നടത്താം. ആരാ DNA എടുക്കുക? മരിച്ച് 45 വർഷം വരെ DNA എടുക്കുക എന്നുള്ളതല്ല. ഇദ്ദേഹം മരിച്ച് 30 വർഷത്തിന് ശേഷമാണ് മകനുണ്ടെന്നും പറഞ്ഞ് രംഗത്തൊരാൾ വരുന്നത്. അത് തന്നെ അസ്വാഭാവികമായ ഒരു കാര്യമാണ്. അത് തുടക്കത്തിലെ നമ്മൾ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ പ്രതിരോധിക്കുന്നവരെ മാനസികമായും അതുപോലെ തന്നെ അവരെ മോശമായ രീതിയിലുമൊക്കെ ഈ പറയുന്ന ജയന്റെ മകൻ എന്ന് പറയുന്ന ഒരാള് വളരെ മോശമായാണ് എല്ലാവരോടും പ്രതികരിച്ചത്. അത് സോഷ്യൽ മീഡിയ വഴി പേരെടുത്ത് പറഞ്ഞ് അവരുടെ കുടുംബക്കാരെയും വീട്ടുകാരെയും അച്ഛനെയും അമ്മയും ഒക്കെ തെറി വിളിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അതൊക്കെ നമുക്ക് തിരിച്ച് അതേപോലെ പ്രതികരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി അല്ല നമുക്കുള്ളത് എന്നുകൊണ്ട് നമ്മൾ മാന്യമായ രീതിയിൽ ഇതിന്റെ വിശദമായ കാര്യങ്ങൾ പല ചാനലുകാരോടും പറയുകയും പല സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടി വന്നവരോട് മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് പോയി ആരും വിളിച്ചതല്ല, നമ്മൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ എൻ്റെ ചാനൽ കൂടി ഞാൻ പലതവണയും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ഓളവുമില്ല ആരവുമില്ല. ജയന്റെ മകൻ എന്ന് പറഞ്ഞു വന്ന ആളിന്റെ ഉദ്ദേശം സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇതുമൂലം വൈറലാവുക, അല്ലെങ്കിൽ സിനിമയിലെത്തുക, സീരിയൽ വരിക, അല്ലെങ്കിൽ ഇതുമൂലം പണം സമ്പാദിക്കുക, എന്തെങ്കിലുമൊക്കെ ആയി തീരുകയാണ്. പക്ഷെ എന്നും ആയി തീർന്നില്ല എങ്കിൽ തന്നെ ആ ഓളം ഇപ്പൊ നിലച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ജയൻ എന്ന് പറയുന്ന മഹാനടന്, അനശ്വര നടന്, അദ്ദേഹത്തിന് ഒരു മകനുമില്ല, ഒരു ഭാര്യയും അഭിഹിതത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതൊക്കെ വെറും ഗോസിപ്പായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. ഞാൻ വന്നാണ് ഈ കർക്കിടക മാസത്തിൽ ഈ അമ്പലത്തിന് മുന്നേ വന്നപ്പോഴാണ് എനിക്കിതൊക്കെ തോന്നിയത്. കാരണം ആലിന്റെ മൂട്ടിലിരുന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കൊല്ലത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലായിട്ട് ഒരു ആലും മാവും നട്ട കഥ ഞാൻ ഇന്നലെയും കണ്ടതാണ്. നമ്മുടെ അലക്സാണ്ടർ വർഗീസ് സാറ് അനുസ്മരണ ചടങ്ങിൽ പറഞ്ഞു. അപ്പോൾ ഈ ആലിന്റെ മൂട്ടിൽ വന്നിരുന്നപ്പോൾ ഞാനത് ഓർത്തു. അങ്ങനെയാണ് ഈ ജയൻ ചേട്ടനെ ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ജയൻ എന്ന് പറയുന്ന അനശ്വരൻ എന്നൊരു മകനുമില്ല, അങ്ങനെ സംഭവമേ ഇല്ല. ഇതൊക്കെ ഒരു ഗോസിപ്പും അല്ലെങ്കിൽ ഒരാളുടെ താല്പര്യം അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അദ്ദേഹം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ ഒരു കാര്യമാണ്. ഏറ്റവും അടുത്ത ആൾക്കാർക്കും അറിയാം, കുടുംബക്കാർക്കും അറിയാം. പിന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് പൊസിഷൻ വരുമ്പോൾ ആരും പ്രതികരിക്കില്ല. മറ്റുള്ള നടന്മാരുടെ കാര്യമൊന്നും ആരും പറയുന്നുമില്ലല്ലോ. മരണശേഷം ഇപ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തും പറയാം. അതുകൊണ്ട് ഇനിയും ജയൻ ചേട്ടനുമായി ബന്ധപ്പെട്ട എന്ത് ഗോസിപ്പുകളോ എന്ത് സംഭവങ്ങളോ വന്നാലും തീർച്ചയായും ചാനൽ വഴി ഉറപ്പായും പ്രതികരിച്ചിരിക്കും. ആരാണ് എന്ത് പറയുന്നത് അവർക്ക് കൃത്യമായ മറുപടിയും പറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ജയൻ ചേട്ടനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം ഒന്ന് നിങ്ങളോട് പറയാൻ വന്നാണ്, നിങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് നടന്ന ഒരു പ്രശ്നമായിരുന്നു. അതിനൊരു 40% പേർ സപ്പോർട്ട് ചെയ്തപ്പോൾ ജയൻ എന്ന മഹാനടനെ, ജയൻ ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആരും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. അത് ഫേക്കാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫേക്കാണ്. അതിനെപ്പറ്റി തെളിയിക്കാനോ അതെന്താണെന്ന് വിശദീകരിക്കാനോ അതെന്താണ് സംഭവം എന്ന് കോടതിയിൽ തെളിയിക്കാനോ DNA ടെസ്റ്റ് എടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ജയൻ ചേട്ടന്റെ വീട്ടുകാരെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അനിയന്റെ ഒരു മകളും ഒരു മകനുമാണ് ഇപ്പോൾ ഉള്ളത്. ജയൻ എന്ന് പറയുന്ന മഹാനടൻ ഒരു മകനില്ല എന്ന് ഉറപ്പാണ്. വിവാഹം കഴിച്ചില്ലെങ്കിലും മകനുണ്ടായിക്കൂടെ എന്നൊക്കെ പലരും ചോദിക്കാം. ഇദ്ദേഹത്തിന്റെ കാര്യം പറയാൻ, ഇദ്ദേഹം കേരളത്തിൽ അല്ലെങ്കിൽ കൊല്ലത്ത് താമസമൊന്നും വലുതായിട്ടില്ലായിരുന്നു. കുട്ടിക്കാലം മുതലേ ബോംബെയിൽ പോയി ജോലി കിട്ടിയതിന് ശേഷം പിന്നീട് വന്നപ്പോൾ പോലും അദ്ദേഹം കൊല്ലത്ത് വരാറില്ലായിരുന്നു, കൊച്ചിയിലായിരുന്നു താമസം. വല്ലപ്പോഴും അമ്മയെ കാണാൻ വന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മുതലാക്കലുകൾ നടന്നിട്ടുണ്ട്. അതായത് ആ പേരിൽ, അദ്ദേഹത്തിൻ്റെ പേരിൽ, ജയന്റെ മകൻ എന്ന പേരിൽ ഒരാൾ വന്ന് അദ്ദേഹത്തിന് എന്താണോ ആവശ്യം, അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് അതെല്ലാം നടത്തി ഒരു മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടാക്കി പോയി. പക്ഷെ ഇപ്പം ജയൻ ആണ് എൻ്റെ അച്ഛൻ എന്ന് ഞാൻ സ്ഥിരീകരിക്കും എന്ന് പറഞ്ഞു പോയ ആളിപ്പം കാണാനില്ല. ജയൻ ചേട്ടനെ ആരാധിക്കുന്ന എല്ലാ ആരാധകരും നല്ല കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് ഫേക്കാണ്, ഇത് മാർക്കറ്റിംഗ് തന്ത്രമാണ്, ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടുകാരും അയൽക്കാരും ഒക്കെ, അങ്ങനെ പറയുമ്പോൾ നാട്ടുകാരും അയൽക്കാരും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പലരും ചോദിക്കാം. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു എന്ന് 100% നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചപ്പോൾ ആ കാര്യം ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.